ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 12-ാമത്തെയും 13-ാമത്തെ ശ്ലോകം ഒരുമിച്ചാണ് ചൊല്ലുന്നത്, അർത്ഥം പറയുന്നത്. 12-ാമത്തെ ശ്ലോകം. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുധ്യ ച മൂർധ്നി ആധായ ആത്മനഃ പ്രാണമാസ്ഥിതോ യോഗധാരണാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ദേഹം സ യാതി പരമാം ഗതിം. 12-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. അടക്കിയെല്ലാ ദ്വാരങ്ങൾ അടക്കി ഹൃത്തിൽ മാനസം മൂർധാവിൽ പ്രാണനെ നിർത്തി നിത്യം യോഗസ്ഥനായവൻ. 13-ാമത്തെ ശ്ലോകം. ഓമെന്നേകാക്ഷരം മാത്രം ഉരയ്ക്കുന്നോൻ സ്മരിപ്പവൻ ത്യജിക്കും ദേഹി ചെന്നെത്തും ശരിക്കുത്കൃഷ്ടമാം പദം. സർവദ്വാരാണി സംയമ്യ, എല്ലാ ഇന്ദ്രിയ കവാടങ്ങളും നിയന്ത്രിച്ച്, മനഃ ഹൃദി നിരുധ്യ, മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച്, ആത്മനഃ പ്രാണം, തൻ്റെ പ്രാണനെ മൂർധ്നി ആധായ, മൂർധാവിൽ ഉറപ്പിച്ച്, യോഗധാരണാം ആസ്ഥിതഃ, ചിത്തവൃത്തികളെ അന്തരാത്മാവിൽ ചേർത്ത് വെച്ച്, ബ്രഹ്മഃ ഓം ഇതി ഏകാക്ഷരം വ്യാഹരൻ, ബ്രഹ്മവാചകമായിട്ടുള്ള ഓംകാരമന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, മാം അനുസ്മരൻ ച, എന്നെ ധ്യാനിച്ചുകൊണ്ടും, യഹ ദേഹം ത്യജൻ പ്രയാതി, ആരാണോ ദേഹം വിട്ടുപോകുന്നത്, സഹ പരമാം ഗതിം യാതി, അവൻ പരമലക്ഷ്യം പ്രാപിക്കുന്നു. അപ്പോൾ ഒരു സാധകൻ്റെ ദേഹത്യാഗ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുകയാണ്. സമാധി പരിശീലനം സുഗമമാണ്. ഫലപ്രദമാവണമെങ്കിൽ സാധകൻ സുഗമമാവണമെങ്കിലും ഫലപ്രദമാവണമെങ്കിലും സാധകൻ ചില വ്യവസ്ഥകൾ നിറവേറ്റേണ്ടതുണ്ട്. അത് ഓരോന്നായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സർവദ്വാരാണി സംയമ്യ. അപ്പം ആദ്യം നമ്മളിതിന് മുന്നേയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നവദ്വാരപുരേദേഹീന്ന്. നമ്മുടെ ദേഹത്തിന് 9 വാതിലുകളാണ് അല്ലേ, 9 ദ്വാരങ്ങളാണ് കവാടങ്ങളാണ് ഉള്ളത്. ചെവി, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ. ബാക്കി എല്ലാം കൂടെ കർമ്മേന്ദ്രിയങ്ങളും എല്ലാം കൂടിയിട്ട് 9 ദ്വാരങ്ങളാണ് ഉള്ളത്. അതിലൂടെയാണ് നമ്മൾ കാണുക, കേൾക്കുക, എല്ലാ ഇന്ദ്രിയങ്ങൾ വഴിയാണല്ലോ നമ്മളെല്ലാം വലിച്ചെടുക്കുക എന്ന് പറയുന്ന മാതിരി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അതാണ് നമ്മുടെ മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഈ മനസ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോവുന്നതും അല്ലെങ്കിൽ പുറത്തേക്ക് പോയി മറ്റ് സംസാര ദുഃഖങ്ങളെല്ലാം സംഗ്രഹിച്ച് കൊണ്ടുവരുന്നതും മനസ്സും തന്നെയാണ്. ഈ ദ്വാരങ്ങളിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഈ ദ്വാരങ്ങളുണ്ടെങ്കിൽ ആ വാതിലുകളെയൊക്കെ എന്താ ചെയ്താൽ മതി, അതിനെയൊക്കെ പൂട്ടി വയ്ക്കുക, എല്ലാം അടച്ചു വയ്ക്കുക. വിവേകം, വൈരാഗ്യങ്ങൾ എല്ലാം, നമ്മൾക്ക് എല്ലാറ്റിനോടും വൈരാഗ്യം എന്ന് നമ്മൾ പറഞ്ഞു, വീതരാഗാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. അങ്ങനെയുള്ള ഒരു എല്ലാറ്റിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കവാടങ്ങളൊക്കെ നമ്മൾ അടച്ചു. അങ്ങനെ ഭദ്രമായി അടച്ചിട്ട് വേണം ധ്യാനം തുടങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഏകാഗ്രത കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇന്ദ്രിയങ്ങളെ മുഴുവനും നിഗ്രഹം ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് ധ്യാനം സാധിക്കില്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വാതിലുകൾ കൊട്ടി അടയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ദ്രിയ നിഗ്രഹമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ധ്യാനം ആരംഭിക്കാം. അപ്പോൾ ആദ്യത്തെ പടി അതാണ്. ഇനി മനോഹൃദി നിരുധ്യ, മനസ്സിനെ ഹൃദയത്തിലടക്കിയിട്ട്, അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് പുതിയ വിഷയങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിലും മനസ്സടങ്ങിയിരിക്കില്ല. പഴയ സ്മരണകൾ, അതായത് മുൻ അനുഭവങ്ങളിലുള്ള സ്മരണകൾ മതി നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കാൻ. ഇനി അതിനെ നിയന്ത്രിക്കണം. അപ്പോൾ പുറത്തേക്കൊന്ന് വരുന്നതെല്ലാം നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇനി
വീണ്ടും മനസ്സിന് ഇളകി മറിയാനുള്ള ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് മനസ്സിനെ ഹൃദയത്തിൽ അടക്കി നിർത്തുക. ഹൃദയത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുക, സൂക്ഷിച്ചു വെച്ചോളൂ, ഇനി അനക്കണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ഹൃദയത്തിൽ അടക്കി നിർത്തുക. അപ്പോൾ നമ്മൾ സാധാരണ ബയോളജിയിൽ പറയുന്ന ഹൃദയം എന്ന് പറയുന്ന അല്ല ഇവിടെ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇതിനു മുന്നത്തെ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണോ നമുക്ക് വികാരങ്ങൾ, നല്ല നല്ല വികാരങ്ങൾ, സ്നേഹം, ഔദാര്യം എന്ന ഉത്കൃഷ്ട ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ എവിടെ നിന്നാണോ നമുക്ക് ഉറവിടം അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഹൃദയത്തിൽ മനസ്സിനെ അവിടെ സുരക്ഷിതമാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ മനസ്സിലുള്ള ഇനി ഇളകി മറിയാതെ അത് സൂക്ഷിച്ചുകൊള്ളും. മനോനിഗ്രഹം, അതിനെ വിഷയങ്ങളുടെ യാതൊരു വിഷയങ്ങളൊന്നും ബാധിക്കാതെ അതിനെ അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തുക. ഇത് രണ്ടും കഴിഞ്ഞ്, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? തൻ്റെ പ്രാണനെ മൂർധാവിൽ സ്ഥാപിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ പ്രാണനെ മൂർധാവിൽ സ്ഥാപിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ വായു അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നത് അവിടെ നിർത്തണം എന്ന് മാത്രമല്ല, നമ്മളുടെ ദേഹത്തിലെ വിവിധ പ്രാണവൃത്തികളെ മുഴുവനും അതിൽ നിന്നെല്ലാം ബുദ്ധിയെ പിൻവലിക്കുക എന്നാണ് അർത്ഥം. ഇപ്പം മനോബുദ്ധി എന്നല്ല എപ്പോഴും നമ്മൾ പറയണത്. ഇപ്പം വിഷയങ്ങളുടെ ചളിക്കുണ്ടിൽ നിന്ന് പൊക്കിയെടുത്ത് ഹൃദയത്തിൽ മനസ്സിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബുദ്ധിയായിട്ട് ചേർക്കും കൂടെ വേണം. അങ്ങനെ ബുദ്ധിയായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, കവിയും പുരാണം, അത് കുറേ വിശേഷണങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ സമാധി പരിശീലനം, ഇതെല്ലാം സമാധി പരിശീലനത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളാണ്. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി മനസ്സിനെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് ഏൽപ്പിച്ചു. പ്രാണനെ മൂർധാവിൽ നിലനിർത്തുകയാണ് കുറച്ച് നേരം അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ. കാരണം ആജ്ഞാചക്രം അവിടെയാണ്. അപ്പോൾ ആ ആജ്ഞാചക്രത്തിൽ നിർത്തി അടുത്ത സ്റ്റെപ്പ് ഓംകാരമന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. ആ ഉ മ അല്ലേ, ഇത് മൂന്നും കൂടിയതാണ് ഓംകാരമന്ത്രം. ഈ ഓംകാരമന്ത്രം ശരിക്കും അതിൻ്റേതായിട്ടുള്ള ശബ്ദത്തിൽ, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വേറെ ഒരു മന്ത്രവും വേണ്ട എന്നാണ് പറയുന്നത്. പ്രണവമന്ത്രം എന്നല്ലേ പറയുന്നത്, പ്രണവാക്ഷരം, പ്രണവമന്ത്രം എന്നാണ് പറയുന്നത് ഓംകാരം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശരിക്കും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് പോസിറ്റീവ് എനർജി ലഭിക്കും. അതിന് അവസാനം ഒരു വൈബ്രേഷനാണ് അല്ലേ, അത് ഓം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് എൻഡ് ചെയ്യുന്ന സമയത്ത്, അവസാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഉച്ചരിക്കാം. ആ ഓംകാരമന്ത്രം ഉച്ചരിക്കുന്ന അതേ സമയത്ത് തന്നെ ഒപ്പം തന്നെ എന്തും കൂടെ വേണം? മാം അനുസ്മരൻ ച, എന്നെ ബ്രഹ്മത്തെ സ്മരിക്കും കൂടെ വേണം. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളെ ബ്രഹ്മത്തിൽ സമർപ്പിക്കുക, ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഓംകാരമന്ത്രം ആർക്കെങ്കിലും വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ചൊല്ലല്ല, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓംകാരമന്ത്രം ചൊല്ലുക, ഒപ്പം തന്നെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായി. അപ്പോൾ ആ മനസ്സിൽ ഓംകാരം ജപിച്ച് കഴിഞ്ഞ് വേറെ ഒരു സങ്കല്പങ്ങളും അല്ലെങ്കിൽ മറ്റൊരു വിഷയങ്ങളും നമ്മുടെ മനസ്സിലില്ല. ശാന്തമായി കഴിഞ്ഞു, മനസ്സിനെ ഹൃദയത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് സിദ്ധിക്കുക. ഇതിനൊക്കെ ആർക്കാണോ കഴിയുന്നത്, എല്ലാവർക്കും കഴിയില്ല. സാധനാ പരിശീലനത്തോടെ മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്യാൻ ആർക്കാണോ കഴിയുന്നത്, യഹ പ്രയാതി ത്യജൻ ദേഹം, ഇങ്ങനെയൊക്കെ ചെയ്ത് ആരാണോ ദേഹം വിടുന്നത്, ഓംകാരം ഉച്ചരിക്കണം, പരമാത്മാവിനെ ധ്യാനിക്കണം, ശരീര മനോബുദ്ധികളുടെ മിഥ്യാഭിമാനങ്ങളിൽ നിന്നെല്ലാം മുക്തനാവണം, ദേഹ എന്ന അഭിമാനത്തെ, അഹന്തയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു, അഹന്തയെ ഇല്ലാതാക്കണം, എന്നിട്ട് ദേഹത്യാഗം ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു യോഗി തീർച്ചയായിട്ടും സഹായാതി പരമാം ഗതിം, അവൻ പരമലക്ഷ്യം പ്രാപിക്കുന്നു. ഓരോരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾ അടക്കുക, മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, പ്രാണനെ മൂർധാവിൽ നിലനിർത്തുക കുറച്ചു നേരം,
അത് കഴിഞ്ഞ് ഓംകാരമന്ത്രം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഭഗവാനിൽ ലയിക്കണമെന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ സാധന ചെയ്യുന്നവരാണല്ലോ യോഗികൾ. ആ യോഗികൾ, ഇതെല്ലാം ചെയ്യുന്ന യോഗികൾ കുറേ യോഗികളുണ്ടാവാം. അതിൽ ഇങ്ങനെയൊക്കെ ആർക്കാണോ സാധിക്കുന്നത് അയാൾ തീർച്ചയായിട്ടും ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു. നമ്മൾ 12-ാമത്തെയും 13-ാമത്തെയും ശ്ലോകമാണ് ചൊല്ലിയത്. ഇനി അടുത്ത ദിവസം ചൊല്ലാം 14-ാമത്തെ ശ്ലോകം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.